യുക്രൈനിലെ വിവിധ മേഖലകളിൽ റഷ്യയുടെ കനത്ത ഡ്രോൺ ആക്രമണം. പടിഞ്ഞാറ് പോളണ്ട് അതിർത്തിക്കടുത്ത സൈനിക വിമാനത്താവളത്തിൽ നാശനഷ്ടമുണ്ടായി. 479 റഷ്യൻ ഡ്രോണുകളിൽ 460 എണ്ണവും 20 മിസൈലുകളിൽ 19 എണ്ണവും തകർത്തെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു. ആഴ്ചകളായി ഏറ്റുമുട്ടൽ നടക്കുന്ന നിപ്രോ പെട്രോവ്സ്ക് പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ പ്രദേശം പിടിച്ചെടുത്തതായി റഷ്യൻ സേന അവകാശപ്പെട്ടു. ഇതോടെ കിഴക്കൻ പ്രവിശ്യയായ ഡോണക്സിൽ ചെറുത്തുനിൽപ്പ് തുടരുന്ന യുക്രൈൻ സേനയ്ക്ക് സഹായമെത്തിക്കുവാനുള്ള വഴിയടയും. പോളണ്ട് അതിർത്തിയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള ദുബ്നോ നഗരത്തിലെ എയർഫീൽഡാണ് റഷ്യ ഇന്നലെ ആക്രമിച്ചത്. സ്വന്തം വ്യോമമേഖല പ്രതിരോധിക്കുവാൻ പോളണ്ടും പോർ വിമാനങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഈ മാസം ആദ്യം റഷ്യൻ യുദ്ധവിമാനങ്ങൾ തകർത്ത യുക്രൈൻ ആക്രമണത്തിന് തിരിച്ചടിയാണിതെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. 400-ലേറെ ഡ്രോണുകളാണ് തിങ്കളാഴ്ച യുക്രൈനെതിരെ റഷ്യ തൊടുത്തുവിട്ടത്. ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സുരക്ഷാ സങ്കേതത്തിൽ അഭയം തേടുവാൻ ആളുകളോട് സൈന്യം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്ന് പുലർച്ചെ നടന്ന റഷ്യൻ ആക്രമണങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കിയിട്ടില്ല. റഷ്യയുടെ വ്യോമതാവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി 40ഓളം യുദ്ധവിമാനങ്ങൾ യുക്രൈൻ തകർത്തതിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വെടിനിർത്തൽ നീക്കങ്ങൾക്ക് ഇടെയാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം ശക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തടവുകാരെ കൈമാറുവാൻ ധാരണയായിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. നിരവധി ലക്ഷ്യങ്ങളിലേക്ക് റഷ്യ തൊടുത്തുവിട്ട 100 കണക്കിന് പ്രൊജക്ടൈലുകളിൽ 10 എണ്ണം മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ളൂവെന്നാണ് യുക്രൈൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. വ്യോമാക്രമണത്തിനൊപ്പം റഷ്യയുടെ യുക്രൈൻ അധിനിവേശ പ്രദേശങ്ങളിൽ കരയാക്രമണവും ശക്തിപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ യുക്രൈനും റഷ്യയും 25 വയസ്സിൽ താഴെയുള്ള യുദ്ധ തടവുകാരെ ഇന്നലെ കൈമാറി. ഈ മാസം 2-ന് ഇസ്താംബൂളിൽ നടന്ന ചർച്ചയുടെ ഫലമായി ഇതിനകം ഇരുപക്ഷവും 1200 തടവുകാരെ വീതം കൈമാറിയിട്ടുണ്ട്.